വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എറണാകുളത്ത് പലയിടത്തും LDF-ൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരാതിയുണ്ട്. ആലങ്ങാട്ടും പറവൂരുമാണ് തർക്കം രൂക്ഷം. തൃക്കാക്കര നഗരസഭയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന CPIM ഏരിയ കമ്മിറ്റി അംഗം KT എൽദോയെ മാറ്റിയതിലും അമർഷമാണ്. കളമശ്ശേരിയിൽ റിബൽ സ്ഥാനാർത്ഥികളും തലവേദനയാണ്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുകയാണ്. അലി അക്ബർ ഷാ, പത്രികാ സമർപ്പണത്തിന്റെ സമയം കഴിഞ്ഞിട്ടും തീരാതെ തുടരുന്ന തർക്കങ്ങൾ എവിടെയൊക്കെയാണ്? അതൊക്കെ പ്രതിസന്ധിയാകുമോ? സിറ്റിംഗ് സീറ്റുകൾക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? സുജിയ, ഗുഡ് ഈവനിങ്. ഈ പറഞ്ഞതുപോലെ UDF-ൽ എറണാകുളത്ത് വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുമ്പോൾ മറുവശത്ത് LDF-ലും സാഹചര്യങ്ങൾ സമാനമാണ്. വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിലും പലയിടത്തും വിമത ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും തർക്കം നിലനിന്നത് ആലങ്ങാട്ടും അതുപോലെ പറവൂരിലുമായിരുന്നു. ആലങ്ങാട്ട് ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് മുന്നണി കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. 7 സീറ്റ് CPIക്ക് നൽകിക്കൊണ്ടാണ് അവിടെ ഒരു സമവായത്തിന്റെ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ പറവൂരിൽ നിമിഷയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. കാരണം നിമിഷയെ നമുക്കറിയാം, ആർഷോയ്ക്കെതിരെ SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പരാതി നൽകിയ ASF നേതാവ് കൂടിയാണ് നിമിഷയെ സ്ഥാനാർത്ഥിയാക്കിയത് CPM ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളും സംഘർഷങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ അഭിപ്രായ സംഘർഷങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ സമവായത്തിലേക്ക് എത്തിച്ചപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് അവിടെയും മുന്നണി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിസന്ധി നിലനിരുന്ന തൃക്കാക്കരയാണ്. എല്ലായിടങ്ങളിലും ഏറ്റവും പ്രധാന പ്രതിസന്ധി രൂപപ്പെട്ടത് LDF-നെ സംബന്ധിച്ചിടത്തോളം CPIക്ക് അർഹതപ്പെട്ടിരുന്ന സീറ്റുകൾ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇതേ തർക്കമാണ് തൃക്കാക്കരയിൽ നിലനിന്നത്. ഒരു തരത്തിലും സമവായത്തിലേക്ക് എത്താത്ത നിലയിൽ CPI നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവിടെയും CPIക്ക് ആവശ്യപ്പെട്ട സീറ്റുകൾ അനുവദിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിലാണ് LDF ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. ഒരു വിധത്തിൽ പരിഹാരമായി എന്ന് പറയുമ്പോഴും ആലങ്ങാട്ടും പറവൂരും തൃക്കാക്കരയിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇങ്ങനൊരു തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ CPI തങ്ങളുടെ സീറ്റുകൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധവുമായി രംഗത്ത് അവസാന ഘട്ടം വരെ നിന്ന ഒരു സാഹചര്യത്തിൽ ഏത് നിലയിൽ ഇത് വോട്ടിംഗിൽ പ്രതിഫലിക്കും, ഏത് നിലയിൽ ഇത് ഒരു റിസൾട്ടിനെ പ്രതിഫലിക്കുമെന്ന ആശങ്ക മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായുമുണ്ട്. അതേസമയമാണ് കളമശ്ശേരിയിൽ 2 പേർ LDF വിമതരായി 2 പേർ വരുന്ന സാഹചര്യം ഉണ്ടായത്. ഒരാൾ പാർട്ടി അംഗത്വം രാജിവെച്ചാണ് ഇത്തരത്തിൽ ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും LDF-ലും ചെറിയ രീതിയിലുള്ള ആശങ്കകൾ എറണാകുളം ജില്ലയിലുണ്ട്. അത് പല സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളായി വന്നു. ഒരു പരിധിവരെ സമവായത്തിന്റെ പാതയിലേക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തിക്കാൻ LDF മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇതെല്ലാം ഏത് നിലയിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സുജയ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.